ഒരു കടിഞ്ചായ ചോദിച്ചിട്ട് എത്ര നേരായിടിയേ നീ അവിടെ തത്തുപോയാ? എന്റെ തങ്കമണി ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഇതൊക്കെ വല്ലതും അനുഭവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സമയത്തിന് ചായക്ക് ചായ, ചോറ് ചോറ്, കടിക്ക് കടി, എല്ലാം പോയില്ലേ? എന്നെ ഒറ്റയ്ക്ക് കാട്ടി പോയില്ലേ തങ്കമണിയേ? തങ്കമണിയെ തങ്കമണിയെ വിളിച്ചിട്ട് അറിയാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. ഈ തങ്കമണി എങ്ങനെയാ മരിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചായ കൊടുത്തപ്പോ ഒരല്പം പഞ്ചസാര കൂടിപ്പോയെന്ന് പറഞ്ഞ് ചവിട്ടിക്കൊന്നതാ. എന്നിട്ട് തങ്കമണിയെ വിളിച്ചെന്ന് കരയുന്നു. ഇങ്ങനെ ചടഞ്ഞു ഇരിക്കാതെ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്ത് ഒന്നുകൂടെ നിങ്ങൾക്ക്? 3 നേരം ഞാൻ ഇങ്ങനെ നിന്നെ സഹായിക്കണുണ്ടല്ലോ. അതിൽ കൂടുതൽ എന്ത് കൈസഹായമാണ് ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റണത്? ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ബാങ്ക് മാനേജർ ഇന്നിവിടെ എത്തും. ലോൺ സാങ്ഷൻ ആക്കാനാണ് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പോയി ഒരു പാല് വാങ്ങിച്ചോണ്ട് പോവാ. അങ്ങനെ സോപ്പിടാനോ? അങ്ങനെ സോപ്പിടാൻ എന്തിനാണ് പാല്? സോപ്പ് ഒഴിച്ചാ പോരെ? അതല്ലെന്ന്, നമുക്ക് ഭയങ്കര ആസ്തിയാണെന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇല്ലാത്ത ആസ്തിയൊക്കെ അങ്ങ് കയറ്റി വെക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞ് സംഭവം റെഡിയാക്കി തന്നാ പോലെ ഞാൻ പൊക്കി അടിച്ചോളാം. ഒടുക്കത്തെ തേനീച്ച കാരണം ഈ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ആ മാവേ തൂങ്ങിക്കിടക്കണ ആ തേനീച്ച കൂടൊന്ന് കത്തിക്കാനായിട്ട് ഇവിടുത്തെ ഒരുത്തിനോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിട്ട്. അവനതിനൊന്നുമല്ല നേരം, അവൻ കാലത്തോടിക്ക് സേവയല്ലേ. അപ്പുറത്തെ പുറംപോക്കിൽ ജോലി ചെയ്യുന്ന ബംഗാളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അവിടെ എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ മീറ്റിങ്ങിന് പോവല്ലേ, അങ്ങനെ വിളിക്കും. എടി അവൻ മീറ്റിങ്ങിന് പോകണല്ല, അവൻ റെയിൽവേയുടെ എന്താണ്ട് ഇരുമ്പിന്റെ കഷ്ടപ്പെടുത്ത് വിറ്റ് അത് റെയിൽവേക്കാര് വിളിച്ചു. അതിന് കേസ് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതിന് വേണ്ടി പോണാണ്. നീ MA കാര്യല്ലേ? MA ആണ്. നിനക്ക് ഹിന്ദിയും വിറ്റ് പറഞ്ഞൂടെ? മലയാളം വരുന്നല്ലോ. എനിക്ക് ഹിന്ദി വലിയ വശമില്ല. ഇത് എന്താണ് തേനീച്ചത്? എന്താന്ന് പറയണെന്ന് നിൽക്കും. അപ്പൊ ഇപ്പൊ തേനെന്ന് പറയുമ്പം മതി മതി മതി. അതെ ഭായ്, നീ ആദ്യം ആ സാധനം കൂടെ വെക്ക്. അരെ ഭായ്, ഇതേ പുറകില് മാവ്. മധു 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 मधु ये सिनेमा पक रहे, सिनेमा सिनेमा के हाँ ठीक है ये जमीन मयाल सिनेमा जमीन हाँ अवार्ड हाँ ये कटम्मा ഇന്ന് ആടിക്കൊടുക്കടി എന്റെ കൊച്ചു മുതലാളി. കണ്ടമ്മ കടപ്പുറം വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി അതുപോലെ ഞാനും പാടി പാടി നടക്കും. എന്റെ കൊച്ചു മുതലാളി. ഹിന്ദി നടക്കൂല. ഇംഗ്ലീഷിലെന്താണ് പറയുന്നത്? ഹണി 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 हनी ए भाई क्या ये हनी भी है हनी भी फुल के हां शेरती शेर അമ്മടാ അവരെ ഉള്ളു മേടിക്കാൻ കയറുന്നതാണ്. ഒരു നടപടിക്ക് പോകുന്നോളാട്ടാ. ഒരു കാര്യം 10,000 രൂപ കൊടുത്ത് പറഞ്ഞു കൊടുക്കും, അല്ലാണ്ട് എന്നെ കൊണ്ട് നടക്കൂലേ. ചേട്ടോ കത്തിക്കട്ടെ. ഇത് അത് എനിക്ക് മനസ്സിലായി, അവനും മനസ്സിലായി. പക്ഷെ ഈ ബംഗാളിന് നമ്മളെങ്ങനെ കത്തിക്കണം? പട്ടി നിനക്ക് മലയാളം അകത്തോട്ടല്ല, ഇതിലേ പോടാ. ഇതില് ഓ പറഞ്ഞു ഇരിക്കാനും നേരമില്ല, എനിക്ക് പലതരത്തിൽ കയറാനുള്ള എന്റെ വീടായതുകൊണ്ട് മാത്രമല്ല. ഇത് മാത്രമല്ല, ഇതിന് പുറകെ കിടക്കുന്ന 40 സെന്റ് വസ്തുവും പുരയിടവും ഒക്കെ ഞങ്ങളുണ്ട്. വേറെ ആരും കഴിഞ്ഞാൽ കമക്കട്ടുണ്ടല്ലോ അന്നേരത്തെ
ഇത് കൂടാതെ ഒരു 50 സെന്റ് വസ്തു വേറെ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെയാണ്. സാറ് വേറൊരു സത്യം പറയട്ടെ, ഇന്നേ വരെ ഈ വീട്ടില് കൃഷി ചെയ്തതല്ലാണ്ട് കടയിൽ നിന്ന് ഒരു സാധനം ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ആണോ? ഒക്കെ ഇവിടെ കൃഷി ചെയ്യണതല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ മണ്ണെണ്ണയൊക്കെ കിണറ്റിന്ന് കോരിയെടുക്കുകയാണ്? മണ്ണെണ്ണ കിണറ്റിന്ന് കോരി മണ്ണെണ്ണ അത് മാത്രം മേടിക്കാനായിട്ട് റേഷൻ കട, അത് അത്രേ ഉള്ളൂ. ഗോതമ്പോ അങ്ങനെ മേടിക്കാൻ റേഷൻ കടയിൽ പോകണല്ലോ. ആ കൂട്ടത്തിൽ ഇച്ചിരി ഗോതമ്പ് മേടിക്കും. പഞ്ചാര റേഷൻ കടയിൽ നിന്ന് മേടിക്കും. റേഷൻ കടയിൽ നിന്ന് മേടിക്കും. മൈദ അതും റേഷൻ കടയിൽ നിന്ന് മേടിക്കും. കാരണം നമ്മളൊരു പോക്കിന് അങ്ങോട്ട് പോകണതാണല്ലോ. അതുകൊണ്ട് ആട്ടയും മൈദ റേഷൻ കടയിൽ നിന്ന്. എല്ലാം നിങ്ങൾ റേഷൻ കടയിൽ മേടിക്കുന്നത്. അതെ. അതൊക്കെ പറയാൻ ഇവിടെ കൃഷി നടത്തുന്നത്. ചായയൊന്നും വേണ്ട. അല്ല ഇതേ ഞങ്ങളുടെ സ്വന്തം തേയില തോട്ടത്തിൽ നിന്ന് കുറച്ച് തേയിലപ്പൊടി ഇട്ട് ഉണ്ടാക്കിയ ചായ. അതൊന്നും പറയണ്ട, എന്റെ കയ്യിൽ നിന്ന് പോയി മനസ്സിലായി. അപ്പൊ നാളെ ഇനി ഞാൻ വേറൊരു സത്യം പറയാം. ഈ മീന് റേഷൻ കടയിൽ കാണുന്ന പോലെയല്ല, റേഷൻ കാർഡിൽ കാണുന്ന പോലെയല്ല. 1500 വാർഷിക വരുമാനം, 45,000. 45,000 രൂപയോ? ആണോ? അത് ശരി. എന്നിട്ടാണ് ഈ 250 രൂപ കറണ്ട് ബില്ല് അടയ്ക്കാത്തല്ലേ? അത് മനഃപൂർവ്വം കട്ടാണ്. മനഃപൂർവ്വം കട്ടാണ്. എന്താണ് KSE-കാരുടെ വേഷം കിട്ട്? ഒരു കാറ്റടിച്ചപ്പ കറണ്ട് പോകും. അതുപോലെ തന്നെ ഒരു ഇടിമിന്നൽ വന്നപ്പ കറണ്ട് പോകും. അതുകൊണ്ട് ബില്ല് അടക്കണതിനും ഫ്യൂസ് കിട്ടുന്നതിന് അവന്മാർക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ആണല്ലേ? ഞാനാരാണെന്നത്? പിന്നെ ഞങ്ങളുടെ ലോൺ സാക്ഷൻ ആക്കാൻ വന്ന ബാങ്ക് മാനേജർ. നിങ്ങളുടെ ലോൺ സാക്ഷൻ ആക്കാൻ വന്ന ബാങ്ക് മാനേജരല്ല, ഇവിടുത്തെ ഫ്യൂസ് വരാൻ വന്ന KSE ഉദ്യോഗസ്ഥരാണ് ഞാൻ. ഞാന് ഇന്ന് ഇവിടെ ഫ്യൂസ് ഊരിട്ട് ഇവിടെ പോകത്തുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി നീ ആയിട്ട് എന്റെ പാട എന്തെങ്കിലും ചെയ്യാൻ നോക്കി. ഞാൻ പോകുന്നു. സാറേ, ഫീസ് അവിടെ സാറിന്റെ വീട്ടില് അമ്മയില്ലേ? ഉണ്ട്. പെങ്ങളില്ലേ? ഉണ്ട്. ഇവരൊക്കെ 7 മണിയാകുമ്പോ സീരിയൽ കാണില്ലേ? സാറ് ഫ്യൂസ് വരാറുണ്ടോ? ഞങ്ങള് കൃത്യമായിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാറുണ്ട്. ഞാനൊരു പെണ്ണല്ലേ സാറ്? എനിക്ക് കാണേണ്ട 7 മണിക്ക് സീരിയൽ യൂട്യൂബിലെല്ലാം കാണാം. ഞാൻ എന്ത് ചെയ്യും? ഞാനാ യൂട്യൂബിലാ TV തന്നെ ഞാൻ കാണുന്നത്. അതാകുമ്പോ ബെഡ്റൂം സീനൊക്കെ കാണിക്കും. ഇപ്പൊ ഞാനെല്ലാം ടിവിയിലാണ്. കിഡ്നാപ്പ് ചെയ്തു പോയില്ല. അയ്യോ, മാലതീര കാര്യം കഷ്ടം തന്നെ സാറേ. നീ എവിടെ തന്നെ എത്തുമെന്തോ. ചൂടാ, ഇന്ന് കിഡ്നാപ്പ് ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാറേ അത്. പക്ഷെ നിങ്ങൾ ഞാനൊന്ന് ഫ്യൂസ് വരും. അതാണ് സാറേ ഇന്ന് വേണ്ട സാറേ, പ്ലീസ് സാർ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഇത്രയൊക്കെ ആഴ്ച നമ്മൾ രണ്ടൊരു സീരിയലിന്റെ ആളായത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഫ്യൂസ് വരുന്നില്ല. പക്ഷെ നാളെ കറണ്ട് ബില്ല് അടച്ചിട്ട് ഞാൻ ഫ്യൂസ് ഊരിയിരിക്കും. നാളെ ഞങ്ങൾ അടയ്ക്കാം സാറേ. അടയ്ക്കാം സാർ. പിന്നെ നമ്മുടെ ഹാൾ റൂമിനകത്ത് സ്വിച്ച് ബോർഡിനകത്ത് വയറെല്ലാം കംപ്ലൈന്റ് ആയിട്ടിരിക്കുവാണ് സാറേ. ഒന്ന് നോക്കണം സാറേ. വയർ കംപ്ലൈന്റാ. ഇതുവരെ എന്റെ പെണ്ണുമുള്ളക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അവക്കൊരു സാരി മേടിച്ചിട്ടുണ്ട്. സാരി മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇത് കൊടുക്കുമ്പോൾ അവൾ ഒരു ചിരിച്ചിരിക്കും. അപ്പം ആ ഗ്യാപ്പിൽ ഞാനൊരു ഉമ്മ കൊടുക്കും. അവിടെ നിന്ന് ഞാൻ പടർന്നു കയറും. എന്തിനാ നോക്കി നിൽക്കുന്നേ? കേറി വന്നേ. വരാടി ഗള്ളി. എന്തിനാ ഇങ്ങനെ കണ്ണു വിളിച്ച് നോക്കി നിൽക്കുന്നേ? വയറ് നോക്കിയേ. നല്ല വയറുള്ളത്. പക്ഷെ ഈ വയറ് ഈ ഒരു ഇതാരും നോക്കാതെ പോയതാണ്. ഇവിടുത്തെ ചേട്ടന്റെ വയറിലൊന്നും നോക്കാറില്ല. അല്ല, രക്ഷവെക്കുന്ന കാര്യമൊന്നുമില്ല. ഞാനിത് ശരിയാക്കി തരാം. എന്റെ ഒരു സാധനം ഉണ്ട്. ആ, നിന്റെ കയ്യിൽ മാത്രമല്ലടാ, എന്റെ കയ്യിലും ഉണ്ടടാ സാധനം. ഒരു കാര്യം ചെയ്യാം. അടുത്ത ഞായറാഴ്ച ഞാനും 40 കൂടി വന്നിട്ട് ഈ സംഭവം നോക്കാം. പുള്ളി ഇതിനകത്ത് ഭയങ്കര മിടുക്കനാണ്. രണ്ടുപേരാകുമ്പോ സ്മൂത്തായിട്ട് കാര്യം ഞായറാഴ്ച ചേട്ടൻ ഇവിടെ കാണും. കൈസായത്തിന്റെ ആളായല്ലോ. ഓഹോ, പാശ്ചാത്യ സംസ്കാരം എന്റെ വീട്ടിനുള്ളിൽ അനുവദിക്കില്ല ഞാൻ. ഇന്ന് ഞാൻ
ആവശ്യം കാണിച്ചു. എന്താ പറഞ്ഞു? നിങ്ങളെന്നെ തല്ലില്ലേ? എന്നെ നിങ്ങൾ തല്ലിയില്ല. തല്ലും, നിന്നെ ഞാൻ കൊല്ലൂടാ, കൊല്ലും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പണി തന്നിരിക്കും. ആണോ? അത് എംപ്ലോയ്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്, നമുക്ക് പണി തരും. അതെ, എനിക്ക് പണി തന്നു. അതല്ല പറഞ്ഞേ. എടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചിടാ. എന്റെ ചേട്ടനാണെന്നറിയോ? നിന്റെ ചേട്ടനാ? എന്റെ ചേട്ടന്റെ ജോലി എന്താ? എന്നാ നിന്റെ ചേട്ടന്റെ ജോലി? പോലീസിന്റെ പണിയാണെങ്കിൽ ഇങ്ങനെ മുണ്ട് കെട്ടാൻ പറയണം, ഇല്ലെങ്കിൽ ആസ്മ വരും പിന്നീട്. പോലീസ് അല്ല, പോലീസാണ്. ഈ കേസ് പറഞ്ഞാൽ പോലീസ് വന്ന് നിങ്ങളെല്ലാവരും പണി നടത്തും. നിങ്ങളുടെ കാര്യം പറഞ്ഞേക്കാം. അല്ല, അതെ, ഞങ്ങള് ഒന്നും പറയണ്ട. അല്ല, അതെ, ഞാൻ ചേട്ടനെ വിടണം. അതെ, വെട്ടിച്ചു മതിയായി. നീ ഒറ്റ ഓർത്തിയാ എല്ലാത്തിനും കാരണക്കാരി. നീ കാരണം ഇവിടെ ഒരുത്തനെയാണ് തള്ളി വന്നു. നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കും മതിയായി മനുഷ്യ. ഈ ജീവിത യാത്ര പകുതി വെച്ച് നിന്നു ഞാൻ എന്ന് സമാധാനിച്ചോളാം. പകുതി വെച്ച് നിൽക്കാനായിട്ട് KSRTCയുടെ ഇലക്ട്രിക് ബസ്സാണോ ജീവിതം? എന്റെ കഷ്ടാഹത്തിന് ഞാനിവിടെ ജീവിച്ചു കൊടുത്തത്. അത്തേടിച്ചോ? ഓ, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ ഈ കേസിൽ രക്ഷപ്പെട്ടു പോയി. ഞാൻ പോവും. പിന്നെ വന്നാ മതി. അതല്ല, ഞാൻ പോലീസ്. പോലീസാണോ? കണ്ടാ പറയില്ല. കണ്ടാ പറയില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ ഏത് സ്ഥലങ്ങളാണ് പാടാൻ ഉദ്ദേശിച്ചേ? ഓർത്തെ ഇവിടെന്താ എന്റെ അനിയനെ നീ ആളല്ല, ഞാൻ പറയട്ടെ. എന്റെ അനിയനെ നീ എന്തിനു തല്ലി? അല്ല, അത് സാറേ, അതൊരു വിഷയമുണ്ട്. വിഷയം എന്ന് വെച്ചാൽ സാറേ, ഞാന് എന്റെ വീട്ടിലേക്ക് 1 കിലോ അരിയുമായിട്ട് ഞാൻ കഞ്ഞി കുടിക്കാനുള്ള ലാഭത്തോടെ കയറി വരുമ്പോ കാണുന്ന കാഴ്ച 1 കിലോ അരി. 1 കിലോ അരി മേടിക്കൊണ്ട് വന്ന സമയത്ത് സാറിന്റെ അനിയൻ എന്ന് പറഞ്ഞാലോ എന്റെ ഭാര്യയെ കടന്നു പിടിക്കുന്നു. സാർ കിടന്നു പിടിച്ചോ? കേക്കട്ടെ. അല്ല, തെളിവ് വേണ്ടേ? തെളിവ് വേണം. അതല്ല, എന്റെ ഭാര്യയെ കടന്നു പിടിക്കണമെൻ ഞാൻ എന്ത് ചെയ്യണം? സാറ് പറ. പന അല്ല, നിന്റെ ഭാര്യ അവൻ കടന്നു കടന്നു പിടിച്ചു. പിടിച്ചത് അത് അവന്റെ ഭാഗത്ത് അവന്റെ ഭാഗത്തല്ലേ സാർ തെറ്റുണ്ട്. ഇപ്പൊ എന്റെ ഭാര്യ പിടിച്ചെങ്കിൽ ഞാൻ കൊന്നു. പിന്നെ അവനെ കൊന്നില്ല സാറേ, അവനെ തല്ലിയോ? അതല്ലേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ പ്രശ്നം അതല്ല. എന്താണ് ഇവിടെ ഓടി പോവല്ല. ഇനി എന്റെ ആര്യനെ തൊട്ടാ നിന്നെ ആടിക്ക് ഞാൻ ഊപ്പാട് കെട്ടിക്കളെ. സാറെന്നെ തല്ലിക്കോ. തല്ലിക്കോളം പറഞ്ഞില്ലേ? പിന്നെ ഉദാഹരണം പറഞ്ഞപ്പോഴത്തേക്കും കയറി അടിക്കുവാണോ? ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ഉദാഹരണം പറയും. സാറിന്റെ ഞാനൊന്ന് മിണ്ടായാലോ എനിക്കിപ്പോ സാറ് വന്ന എക്കപ്പെടുത്തം കിട്ടുന്നു. പക്ഷേ നീ അങ്ങനെ മയക്കണ്ട. ഇനി എന്റെ അനിയനെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെ തല്ലിയാൽ നിന്നെ ഇടിച്ച് ഞാൻ ഇങ്ങോട്ട് മാറി പറയണ. ഇല്ല സാറേ, ഇടിക്കോ? ഭാര്യനെ കടന്നു പിടിച്ചപ്പോ ഉണ്ടായ പെട്ടെന്നുള്ള വികാരത്തിൽ നിന്റെ ചേട്ടനെ തല്ലി കൊന്നിരിക്കും ഞാൻ. എന്തു പറയാനാ? എത്ര നാളായി കണ്ടിട്ട്? 14 വർഷത്തെ പ്രണയം. വാട്സപ്പിൽ ഞാൻ ഇല്ലല്ലോ, ഫേസ്ബുക്കിൽ ഞാൻ ഇല്ലല്ലോ. ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നീ നോക്കി നടന്ന സമയത്ത് എന്റെ വീട്ടിൽ വന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നെ കാണുമായിരുന്നല്ലോ. സമയം കിട്ടിയില്ല. ഓ, അത്രയും. ഇതാരാന്നറിയോ? അല്ല, നിങ്ങളുടെ ടിക്ടോക്ക് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്കങ്ങ് വരായിരുന്നു. ഇതേ എന്റെ കൂടെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതല്ലേ, സുമലത കേപ്പി. അതെ. അപ്പോ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? നല്ല സുഹൃത്തുക്കളായിരുന്നു. പണ്ട് ഇങ്ങനെ പറയാൻ പറ്റാത്ത അതവിടെ ഓക്കെ, അത് പണ്ടത്തെ കേസ്. എനിക്കറിയേണ്ടത് ഇപ്പോഴത്തെ കേസാണ്. അറിയേണ്ടത് ഇപ്പോഴത്തെ കേസ്. ഇപ്പൊ എന്നെ വിളിച്ചാലും ഞാൻ ഇറങ്ങി പോകും. അങ്ങനെയുള്ള സ്വന്തം ഭർത്താവ് ഇവിടെ സർവക്കല്ല് പോലെ നിൽക്കുമ്പോൾ ഈട്ടിക്കുറ്റിക്ക് തീ പിടിച്ച പോലെ ഒരുത്തന്റെ കൂടെ നീ ഇറങ്ങി പോകുന്നു. നീ പോവല്ലേ? എങ്ങനെ കൊണ്ടുപോകും? എന്നെ
എന്നാ നീ നോക്കിക്കോ. എന്താ നോക്കാൻ? എന്നാ നീ നോക്കിക്കോ. എന്താ നോക്കായിരിക്കുന്നു? എന്റെ ശവം നിന്നെ കൊണ്ട് തീറ്റിക്കൂടി കഴുകി. കൊറേ നാളുണ്ട്. കഴുകിയോ? കഴുകി അത് കഴുകനാണല്ലേ, ഇവള് പെണ്ണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴുകിയെന്ന് വിളിച്ചത്. പറഞ്ഞോട്ടോ, ഇവിടെ പൂർവ്വകാല കാമുകനോടെ ഇവിടെ പോകുന്ന പ്രസക്ത അച്ഛാ. അതൊക്കെ സഹിക്കാൻ പറ്റുന്ന ആരാണ് അച്ഛാ? ഇങ്ങനെ ഉണ്ടെങ്കിൽ മതിയായി അച്ഛാ ജീവിച്ച്. അല്ല അവളെ തെറ്റ് പറയാൻ കാര്യമില്ല. നീ നേരെ നോക്കുമ്പോ തുടങ്ങി നിന്റെ പടാ എനിക്ക് കുടിയലടങ്ങി. നീ കുടിയലടങ്ങി. ഞാൻ കുടിയനാ. ഞാൻ നിന്നെ കൂടിയന്മാർക്ക് ഒരു ഒറ്റ സ്ഥലത്ത് പിടിച്ചിരിക്കാനൊക്കെ കൂടി അതിനൊക്കെ കാര്യം അറിയാം. ഞാൻ ഒരു മാസം കുടിച്ചില്ല, നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത പണിയായിരുന്നു. എന്റെ പുതിയ മുണ്ടാണ് ആ മുണ്ടപ്പോ നീ തൂങ്ങരുത്. ഇത് സ്ഥിരം പരിപാടി. അവർ കുടിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെയൊക്കെ പറഞ്ഞു. ആ ഇത് വേറെ ആയിക്കോണ്ടാ. 60 രൂപ ലിറ്ററിന് കൊടുത്ത് ഞാൻ ബ്ലാക്കിൽ മേടിച്ചങ്ങനെ പറഞ്ഞിട്ടാണ് കുന്നുകളുണ്ട്. ഞാൻ മേത്ത് വണ്ണന ഒഴിച്ച് കത്തിച്ച് ചാവാൻ പോവാടി. തമാശ തമാശ പോവും. ഇനി എനിക്ക് ജീവിക്കണം. ഇനി നീ എന്തോ പോലീസുകാരാണ് നിന്റെ മുമ്പിൽ വെച്ചിട്ട് പണിയാണ്. നീ വെറുതെ പറയും. ഞാൻ വർഷങ്ങളാണ് പണ്ട് പിടിക്കാൻ പറ്റാത്ത ഇപ്പൊ പിടിച്ച് മുതലാക്കി. ഇന്ന് നോക്കോ, ഇന്ന് എന്റെ അൽഫാം ഞാൻ ഇവനെ കൊണ്ട് പിടിക്കും. അൽഫാമോ? ആ, എന്റെ കത്തിയ ഇറച്ചി ഞാൻ ഇവളെ കൊണ്ട് പിടിക്കും. നിന്റെ കൂടിയാലിനൊക്കെ കാരണം നീ അങ്ങനെ ചെയ്യരുത്. നീ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ സത്യം ചെയ്യും. ഞാൻ സത്യം ചെയ്യണം. ഞാൻ നീയാണ്. ഇങ്ങനെ ചെയ്താൽ പറ്റില്ല. അല്ലല്ല, നീയാണ്. എന്റെ ഒരു ഷെയ്ക്കും ഇല്ലാത്ത എന്റെ 2 മക്കളാണ് സാർ. ഞാൻ ഇനി ഈ സത്യം പറ്റില്ല. ഈ സത്യം പറ്റില്ല. എന്റെ കൂടെ വാ. പൂജാമുറിയിൽ എന്റെ കൂടെ വാ. ചന്ദനത്തിരിക്ക് കുത്താനാണോ? പാവമാണ്. കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്റെ മോൻ അല്ല, എനിക്കൊരു സംശയം. എന്ത് ചെറുപ്പം മുതലേ ഉണ്ടാലും ഇടക്ക് കയറിയതാണ് എനിക്ക്. അല്ല, ഞാൻ സംസാരിക്കുമ്പോ മാത്രമേ വിൽക്കുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോ വിൽക്കത്തില്ല. അയ്യോ, എന്താ എന്താ അത് ഞാനേ ഇവിടെ ഞാൻ മര്യാദക്ക് പറഞ്ഞ ദേവിയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഞാൻ സത്യം ചെയ്തോളാന്ന്. അപ്പൊ അവള് പറയാ അത് പോരാ, അവർക്ക് എന്റെ കയ്യിൽ കർപ്പൂരം വെച്ചിട്ട് കത്തിച്ചിട്ട് സത്യം ചെയ്യണമെന്ന്. തീപ്പെട്ടി ഉരച്ചത് മാത്രം ഓർക്കണ്ട, നിന്ന് കത്തുവായിരുന്നു, നിന്ന് കത്തി. ചേട്ടാ, തേനീച്ചക്കൂടും കത്തി, എന്റെ തേനീച്ചക്കൂടും കത്തി.